ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ എല്ലാ പൌരന്മാരുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷമായി നടത്തിവരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് നഗരസഭാ അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് നാളെ. രാജ്യത്ത് ഗതാഗത സൌകര്യങ്ങൾ ലഭ്യമല്ലാതിരുന്ന ഗ്രാമങ്ങളിൽ റോഡ് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയ്ക്ക് 4 നൂറ്റാണ്ട്. റെയിൽ യാത്രാ നിരക്കിൽ പ്രഖ്യാപിച്ച വർധന ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയാങ്കി ഘോഷയാത്ര നാളെ ശബരിമല സന്നിധാനത്തെത്തും. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണം. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 3ാം മത്സരം നാളെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ എല്ലാ പൌരന്മാരുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷമായി നടത്തിവരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലക്നൌവിൽ രാഷ്ട്ര പ്രേരണാ സ്ഥൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ക്ഷേമ പദ്ധതികളും സമൂഹത്തിലെ ഓരോ പൌരനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി കോടിക്കണക്കിന് സാധാരണ ജനങ്ങൾക്ക് പദ്ധതികളുടെ ഗുണഫലം ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങൾക്ക് പരമാവധി പ്രയോജനം ലഭിക്കുന്നതിനും സദ്ഭരണം ഉറപ്പാക്കുന്നതിനും ഭരണകാലത്ത് അടൽ ബിഹാരി വാജ്പേയി സദാ പരിശ്രമിച്ചുവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക്ഭവനിൽ വാജ്പേയിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം 2:30-നുമാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന് രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും. തിരുവനന്തപുരം നഗരസഭാ മേയർ സ്ഥാനാർത്ഥിയായി VV രാജേഷിനെയും ഡെപ്യൂട്ടി മേയറായി G ആശാനാഥിനെയും BJP പ്രഖ്യാപിച്ചു. തൃപ്പൂണിത്തുറയിൽ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് PL ബാബുവും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് രാധിക വർമ്മയും മത്സരിക്കും. അതേസമയം തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി ഡോക്ടർ നെജി ജസ്റ്റിനെയും ഡെപ്യൂട്ടി മേയറായി A പ്രസാദിനെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത ASD പട്ടികയിൽ ഉള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. 25 വർഷം തികഞ്ഞ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതി. ഗതാഗത സൌകര്യങ്ങൾ ലഭ്യമല്ലാതിരുന്ന ഗ്രാമങ്ങളിലേക്ക് എല്ലാ കാലാവസ്ഥയിലും ഗതാഗത സൌകര്യം ഉറപ്പാക്കുന്നതിനായി 2000 ഡിസംബർ 25-നാണ് പദ്ധതി ആരംഭിച്ചത്. 7,87,000 കിലോമീറ്ററിലധികം ഗ്രാമീണ റോഡുകളാണ് പദ്ധതിക്ക് കീഴിൽ ഇതുവരെ പൂർത്തിയായത്. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തും ദേവാലയങ്ങളിൽ പാതിര കുർബാനകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പ്രധാനമന്ത്രി ഡൽഹിയിലെ നോർത്ത് അവന്യൂവിലുള്ള CNI സഭയുടെ റിഡംഷൻ കത്തീഡ്രൽ ചർച്ച് സന്ദർശിച്ചു. വത്തിക്കാനിലെ സെന്റ് പീറ്റർ ബസിലിക്കയിൽ ലിയോ 14 മാർപ്പാപ്പ തിരുപ്പിറവി ചടങ്ങുകൾക്കും പാതിര കുർബാനയ്ക്കും കാർമ്മികത്വം വഹിച്ചു. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലിയോ 14 ആദ്യ ക്രിസ്മസ് കൂടിയാണിത്. പുനരുത്ഥാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഇടുക്കി ജില്ലാ ശുചിത്വ മിഷൻ ഒരുക്കിയ റീബോൺ പ്ലാസ്റ്റിക് കുപ്പിമരം ശ്രദ്ധേയമാകുന്നു. മാലിന്യത്തിൽ നിന്ന് കല എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഇടുക്കി സെന്റ് ജോർജ് കുരിശുപള്ളിക്ക് സമീപമാണ് ഈ വേറിട്ട ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചിരിക്കുന്നത്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച ഈ വിസ്മയ കാഴ്ച കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 4 മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീ നിർമ്മിക്കാൻ 6000-ലധികം പ്ലാസ്റ്റിക് കുപ്പികൾ വേണ്ടി വന്നു. വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിച്ച പച്ച നിറത്തിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഇലകളുടെ ആകൃതിയിൽ മുറിച്ചെടുത്താണ് മരമൊരുക്കിയത്. പഴയ ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് ഫ്രെയിമും കുപ്പിയുടെ അടപ്പുകളും ചുവടുഭാഗവും കൊണ്ട് അലങ്കാര ബോളുകളും നിർമ്മിച്ചു. ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥരും യങ് പ്രൊഫഷണലുകളും ചേർന്ന് 6 ദിവസം കൊണ്ടാണ് ഈ കലാസൃഷ്ടി പൂർത്തിയാക്കിയത്. പഴയ ഹോസ് കഷ്ണങ്ങളും തുണിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് മറ്റ് അലങ്കാരങ്ങളും ചെയ്തു. മാലിന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾക്ക് പുതുജീവൻ നൽകി പുനരുപയോഗത്തിന്റെ വലിയൊരു സന്ദേശമാണ് ഈ ക്രിസ്മസ് ട്രീ പങ്കുവയ്ക്കുന്നത്.
ഗിന്നസ് ബുക്കിൽ ഇടം നേടി ചരിത്രം സൃഷ്ടിച്ച തൃശൂരിന്റെ സ്വന്തം ബോട്ട് നത്താലെ ക്രിസ്മസ് കരോൾ ഘോഷയാത്ര ഇത്തവണ ഡിസംബർ 27 നടക്കും. 15,000-ലധികം പേർ പാപ്പാവേഷത്തിൽ സ്വരാജ് റൌണ്ടിൽ സംഗീതത്തിനൊപ്പം അണിനിരക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അതിരൂപതയും പൌരാവലിയും ചേർന്ന് നടത്തുന്ന ബോൺ നത്താലെ കരോൾ ഘോഷയാത്ര 27-ന് തൃശൂരിന്റെ നഗരവീഥികളിൽ നിറയും. 15,000-ലധികം പേർ പാപ്പാവേഷത്തിൽ സ്വരാജ് റൌണ്ടിൽ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യും. AI സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയുള്ള ചലിക്കുന്ന 4 പ്ലോട്ടുകൾ തന്നെയാണ് ഇത്തവണത്തെ പുതുമ. കൂടാതെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നവയടക്കം 15 വലിയ പ്ലോട്ടുകളും ഉണ്ടായിരിക്കും. കേന്ദ്ര സാംസ്കാരിക ടൂറിസം ക്യാബിനറ്റ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, സംസ്ഥാന മന്ത്രിമാരായ അഡ്വക്കേറ്റ് കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മതമേലധ്യക്ഷന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. റെയിൽവേ യാത്രാ നിരക്കിൽ പ്രഖ്യാപിച്ച വർധന ഇന്ന് അർദ്ധരാത്രി പ്രാബല്യത്തിൽ വരും. 215 കിലോമീറ്ററിലധികമുള്ള യാത്രകൾക്ക് ഓർഡിനറി ക്ലാസിൽ കിലോമീറ്ററിന് 1 പൈസ വീതം വർദ്ധിക്കും. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലും AC ക്ലാസുകളിലും 2 പൈസ വർധനയുണ്ടാകും. എന്നാൽ നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് നിരക്ക് വർധന ബാധകമാകില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. മണ്ഡലകാല സമാപനത്തിന് ഒരു ദിനം മാത്രം ബാക്കി. തങ്കയങ്കി ഘോഷയാത്ര നാളെ ശബരിമല സന്നിധാനത്തെത്തും. 27-നാണ് മണ്ഡലപൂജ. ഇന്ന് മാത്രം ഇതുവരെ വെർച്വൽ ക്യൂ വഴി 67,000 തീർത്ഥാടകർ ദർശനം നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. മണ്ഡലപൂജയ്ക്ക് ശബരിമല ശാസ്താവിന് ചാർത്തുന്ന തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര റാന്നി രാമപുരം ക്ഷേത്രത്തിലെത്തി. ഇന്ന് രാത്രി പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലെത്തുന്ന തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പമ്പ ഗണപതി ക്ഷേത്രത്തിലും വൈകിട്ട് 6:30 സന്നിധാനത്തും എത്തിച്ചേരും. തുടർന്ന് സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധനയും നടക്കും. 27-ന് രാവിലെ 10:10-നും 11:30-നും മധ്യേ മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ മണ്ഡലപൂജയും നടക്കും. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 3-ാം മത്സരം നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. രാത്രി 7 മണിക്കാണ് പോരാട്ടം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ചരിത്രത്തിലാദ്യമായാണ് രാജ്യാന്തര വനിതാ ക്രിക്കറ്റ് മത്സരത്തിന് തിരുവനന്തപുരം വേദിയാകുന്നത്. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങളാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. നാളെ നടക്കുന്ന 3-ാം മത്സരത്തിന് ശേഷം 4-ാം മത്സരം ഈ മാസം 28-നും 5-ാം മത്സരം 30-നും നടക്കും. ഇരു ടീമുകളും സ്റ്റേഡിയത്തിൽ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. 1 ലക്ഷം രൂപ പിന്നിട്ട സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 240 രൂപ വർദ്ധിച്ച് സർവകാല റെക്കോർഡിലെത്തി. 1,02,120 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 12,765 രൂപയാണ്. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ 5-ന് നാളെ തുടക്കമാകും. 3 ദിവസത്തെ മേളയിൽ ജലസാഹസിക കായിക മത്സരങ്ങളും പ്രദർശനങ്ങളും അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ എല്ലാ പൌരന്മാരുടെയും ഉന്നമനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷമായി നടത്തിവരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് നഗരസഭാ അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് നാളെ. രാജ്യത്ത് ഗതാഗത സൌകര്യങ്ങൾ ലഭ്യമല്ലാതിരുന്ന ഗ്രാമങ്ങളിൽ റോഡ് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജനയ്ക്ക് 1/4 നൂറ്റാണ്ട്. റെയിൽ യാത്രാ നിരക്കിൽ പ്രഖ്യാപിച്ച വർധന ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര നാളെ ശബരിമല സന്നിധാനത്തെത്തും. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണം. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 പരമ്പരയിലെ 3-ാം മത്സരം നാളെ തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.